മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തെ അപലപിച്ച് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി കൃത്യമായി നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടികവർഗക്കാരെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണം. വഖഫ് ബില്ലിൽ കോടതിയിൽ പോകാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ CAA, മുത്തലാഖ് എന്നിവയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. CAA-ക്കെതിരായിട്ട് ഇവിടെ നടന്ന പ്രചരണം കണ്ടു. എന്താണ് പറഞ്ഞിരുന്നത് ആ സമയത്ത് പറഞ്ഞിരുന്ന പ്രചരണം ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നാട് കടത്താൻ വേണ്ടിയാണ്, അവരുടെ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. 2 വർഷമായല്ലോ നിയമം നടപ്പാക്കിയിട്ട്. ഏതെങ്കിലും ഒരു പൗരനെ മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് വന്ന് പൗരത്വം കിട്ടാത്ത, മതപരമായ പീഡനം മൂലം ആട്ടിയോടിക്കപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വന്ന് ദശകങ്ങളായി ഇവിടെ കഴിയുകയായിരുന്ന ചില ആളുകൾക്ക്, അപേക്ഷിച്ച ചില ആളുകൾക്ക് പൗരത്വം നൽകുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ആരുടെയും പൗരത്വം എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രചരണങ്ങൾ ഇവിടെ നടന്നാണ്. കോടതിയിൽ പോയെങ്കിലും കോടതി തെറ്റായ രീതിയിലുള്ള ഹർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജികളെല്ലാം നിരാകരിക്കുകയാണ് ചെയ്തത്. അത്തരം ഒരു പരിണതി തന്നെയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് കൊടുക്കുന്ന കേസിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മതസ്വാതന്ത്ര്യത്തെയോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആര് നടത്തുന്നതും തെറ്റാണ്. അതിനെ നിയമപരമായി തന്നെ ഭരണകൂടങ്ങൾ നേരിടണം. അവിടെ ഉയർന്നു വന്നൊരു പരാതി, ധാരാളം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനുള്ള പരിശ്രമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുകൂടി അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സമാധാനം തകർക്കുന്ന നീക്കം ആര് നടത്തിയാലും അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകും.